ഇന്ത്യയിലെ കോടിക്കണക്കിന് വരുന്ന ടെലിഗ്രാം ഉപയോക്താക്കളെ ആശങ്കയിലാഴ്ത്തിയൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കേന്ദ്ര സർക്കാർ ഇന്ത്യയിൽ ടെലിഗ്രാം പ്ലാറ്റ്ഫോമിന് നിയന്ത്രണം ഏർപ്പെടുത്തി കഴിഞ്ഞു. ഇതിനുള്ള പ്രധാന കാരണം മറ്റൊന്നുമല്ല, ജൂൺ 21 നടക്കാനിരിക്കുന്ന നീറ്റ് പുനഃപരീക്ഷയുമായി ബന്ധപ്പെട്ടുയർന്ന ചോദ്യപേപ്പർ ചോർച്ചാ വിവാദത്തെ തുടർന്നാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ടെലിഗ്രാമിന് പൂട്ടിട്ടിരിക്കുന്നത്. പരീക്ഷയ്ക്ക് മുന്നോടിയായി വലിയ രീതിയിലുള്ള തട്ടിപ്പ് സംഘങ്ങളാണ് ടെലിഗ്രാമിൽ സജീവമായിരുന്നത്. പേപ്പർ ലീക്ക്ഡ് നീറ്റ്, പ്രൈവറ്റ് മാഫിയ തുടങ്ങിയ പേരുകളിൽ വ്യാജ ഗ്രൂപ്പുകളും ചാനലുകളും ഒക്കെ തുടങ്ങി വിദ്യാർത്ഥികളിൽ നിന്നും മാതാപിതാക്കളിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപ തട്ടിയെടുക്കാൻ ശ്രമം നടന്നുവെന്ന് കണ്ടെത്തുകയുണ്ടായി. പരീക്ഷാ സുതാര്യത ഉറപ്പാക്കാനുള്ള ഒരു അവസാനവട്ട മുൻകരുതൽ എന്ന നിലക്കാണ് സർക്കാർ ഇപ്പോൾ ടെലിഗ്രാമിന് രാജ്യത്ത് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇത് എന്നേക്കുമായുള്ള നിരോധനമല്ല, മറിച്ച് സമയബന്ധിതമായ ചില നിയന്ത്രണങ്ങളാണ്. പ്രധാനമായും 2 ഘട്ടങ്ങളായാണ് ഇത് നടപ്പിലാക്കുന്നത്. ഒന്നാമത്തേത് കംപ്ലീറ്റ് ആക്സസ് ബ്ലോക്ക്. ടെലിഗ്രാം ആപ്പിലേക്കുള്ള പൂർണ്ണമായ ആക്സസ് ജൂൺ 22, 2026 വരെ താൽക്കാലികമായി തടഞ്ഞിരിക്കുകയാണ്. അതായത് ജൂൺ 21 നീറ്റ് പരീക്ഷയും അതിൻ്റെ തൊട്ടടുത്ത ദിവസവും കഴിയുന്നതുവരെ ഇന്ത്യയിൽ ടെലിഗ്രാം പൂർണ്ണമായി ബ്ലോക്കായിരിക്കും. രണ്ടാമത്തേത് മെസ്സേജ് എഡിറ്റിംഗ് ഫീച്ചർ ബാൻ. പരീക്ഷയ്ക്ക് ശേഷമുള്ള തട്ടിപ്പുകൾ ഒഴിവാക്കാൻ ടെലിഗ്രാമിലെ മെസ്സേജ് എഡിറ്റിംഗ് ഫീച്ചർ ഇന്ത്യയിൽ ജൂൺ 30, 2026 വരെ കേന്ദ്ര സർക്കാർ പൂർണ്ണമായും റദ്ദാക്കിയിട്ടുണ്ട്. ഇതിനുശേഷം പഴയതുപോലെ മെസ്സേജുകൾ എഡിറ്റ് ചെയ്യാൻ സാധിക്കുകയില്ല. അപ്പോൾ ജൂൺ 21 നടക്കാനിരിക്കുന്ന നീറ്റ് പുനഃപരീക്ഷയുടെ സുതാര്യത ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് രാജ്യത്ത് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ടെലിഗ്രാമിന് ഇത്തരം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. നീറ്റ് റീ എക്സാമിനേഷൻ്റെ ഭാഗമായിട്ട് ചോദ്യപേപ്പർ ചോർച്ച തടയാൻ വേണ്ടിയിട്ട് ഇത്തരമൊരു തീരുമാനം കേന്ദ്ര സർക്കാർ എടുത്തതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാൻ മറക്കരുത്.